ബർത്ത്ഡേ ആണ്. അപ്പോൾ കുറേ ആയിട്ട് ഞാനൊരു ബർത്ത്ഡേ വ്ലോഗ് എടുക്കണം, ബർത്ത്ഡേ ആവാൻ വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ ബർത്ത്ഡേ ഷോപ്പിംഗ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബർത്ത്ഡേ വ്ലോഗ് ഇടുമെന്ന്, പിന്നെ ട്രാൻസാക്ഷൻ വീഡിയോ ഇടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രസ്സാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഡ്രസ്സ് ഫുള്ള് ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല, ഇതുവരെ കിട്ടണുള്ളൂ. ഞാൻ ട്രാൻസാക്ഷൻ വീഡിയോയിൽ ഞാൻ എൻ്റെ റിയലൊരു വീഡിയോ ഇടുന്നുണ്ട്, അതിൽ കാണിച്ചു തരാം. ഇനി അപ്പോൾ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ തന്നെ തുടങ്ങാം. ആദ്യം എനിക്കൊരു ബേബി ക്രീം അപ്ലൈ ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ദുരന്തങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുടി കുളിച്ചത് കൊണ്ട് നനഞ്ഞുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ പരത്തിട്ടേക്കണത്. പിന്നെ നമ്മുടെ എൻഡൈബിയുടെ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ഒരു കുറച്ചെടുത്തിട്ടുണ്ട്, ഇത്ര എടുത്തിട്ടുള്ളൂ. ഇത്ര നമുക്കൊന്ന് ഫേസിലൊരു ഡോട്ടായിട്ട് ഈ ചീക്കിൽ ഒന്ന് അപ്ലൈ ചെയ്യണം. ചീക്കിലൊന്ന് അപ്ലൈ ചെയ്ത് ബ്ലഷ് എടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബ്ലെൻഡ് ചെയ്തത്. അതും ബ്ലെൻഡ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാ മറ്റേ ബേബി പൗഡർ ഉണ്ടല്ലോ അതൊക്കെ എടുക്കാം. ഞാൻ ബേബി പൗഡർ, ബേബി ക്രീം അങ്ങനത്തെ ഐറ്റംസൊക്കെ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അതുകൂടി ഒന്ന് ബ്ലെൻഡ്. അതും ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഫേസിൽ കോമ്പാക്ട് പൗഡർ ഇത്ര ഇട്ട് കൊടുത്തില്ല, ഇവിടെ കുറച്ച് ഇടയിൽ അവിടെ ബ്ലെൻഡ്. ഇതാണ് നമ്മുടെ ഒരു ഏകദേശം ഒരു ലുക്ക്. പിന്നെ ഇനി നമുക്ക് ഐഷാഡോ അപ്ലൈ ചെയ്യാം. ഒരു ലൈറ്റിലായിട്ട് നമുക്ക് ഐഷാഡോ അപ്ലൈ ചെയ്യാം. ബ്രഷ് കൊടുത്തിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു പിങ്ക് മാത്രമാണ്. അപ്പം അത് ഐഷാഡോ അപ്ലൈ ചെയ്തു. റെഡി. അപ്പോൾ ഫൈൻ ലുക്കിൽ കിട്ടി. ഇനി നമുക്ക് ഐലൈനർ വെച്ച് കണ്ണെഴുതാം. ബ്രഷ് ഐലൈനർ എടുക്കണോ അതോ സാധാ ഐലൈനർ നോക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ലിക്വിഡ് ഐലൈനറായിട്ട് ഇൻസൈറ്റിൻ്റെ ഒരെണ്ണമുണ്ട്, ബ്ലൂ ഹെവൻ്റെ ബ്രഷ് ഐലൈനർ ഉണ്ട്. ഏത് ഇത് വെച്ചിട്ട് നമുക്ക് കണ്ണ് എഴുതിയിട്ട് വരാം. അപ്പോൾ അത് ഒരു സൈഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. വാലിടാതെ രണ്ട് സൈഡിൽ വെച്ച് നമുക്ക് ബ്രഷ് ഐലൈനർ വെച്ചിട്ട് ആ വാലും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല ഭംഗിയിൽ. ഇനി നമുക്ക് മസ്കാര ഇടാം. മാർസിൻ്റെ മസ്കാര കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ മസ്കാര ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിപ് ബാം വാസ്ലിൻ്റെ ലിപ് ബാം അപ്ലൈ ചെയ്യണം. കുറച്ചുണ്ടിൽ കൊണ്ട് മതി, കൂടുതലായി കഴിഞ്ഞാൽ ഓവറാവും. നമുക്ക് ലിപ് ലൈനർ ഏതാ ബ്രാൻഡൊന്നും എനിക്കറിയില്ല, അതിൻ്റെ ഒരു ലിപ് ലൈനർ വെച്ച് നമുക്കൊന്ന് വരയ്ക്കാം. ബ്രാൻഡൊക്കെ തയ്യാൻ എന്താ വെച്ചാൽ ഹോൾഡേ ലെബർ ബ്യൂട്ടി അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് സാധനം പക്ഷേ നമുക്ക് ലിപ്പൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഒന്നും അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടാറില്ല, എപ്പോഴെങ്കിലൊക്കെ കൂടുമ്പോഴാണ് ഒന്ന് ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്. പിന്നെ ഡാസ്ലറിൻ്റെ ടീ കോഫി കണ്ടിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് വരാം. ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ എന്താ ഇടാറുള്ളത്? ബ്ലഷ് കൊടുത്തു വരാം. അപ്പോൾ ഗൈസ് ഞാൻ ബ്ലഷും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ മേക്കപ്പ് പരിപാടികൾ മൊത്തം തീർന്നു. ഇനി എനിക്ക് ഓർണമെൻറ്റ്സ് ഇട്ട് കൊടുക്കാറുണ്ട്. എൻ്റെ ഇന്നലത്തെ ബർത്ത്ഡേ ഷോപ്പിംഗ് വ്ലോഗ് കണ്ടവർക്ക് അറിയാം ഞാൻ എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത്. അയ്യോ, ആദ്യം നമുക്ക് ഈ ഒരു റെഡ് ഞാൻ കാണിച്ചിരുന്ന ഈ ഒരു റെഡ് കമ്മൽ നമുക്ക് ഇടാട്ടോ. അത് എന്നിട്ട് കൊടുക്കാം. അങ്ങനെ കമ്മലിട്ടുണ്ട്. കമ്മലിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണില്ല. എമർജൻസി ഒക്കെ എടുത്ത് വന്നിട്ട് കാണിക്കാൻ ഈ നട്ടാപ്പകൽ രാവിലെ എമർജൻസി ഒക്കെ അപ്പം എൻ്റെ മേക്കപ്പ് ചെറുതായിട്ട് കാണില്ല, ലൈറ്റായിട്ട് ചെയ്തത്. ഇനി എനിക്കെന്താണ്ട് ഓർണമെൻറ്റ്സ് മാലല്ലേ, ഈ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പുള്ള ഒരു മാല ഇട്ട് കൊടുക്കട്ടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട്. അതായത് ഞാൻ ഈ കാണുന്ന രീതിക്ക് ഇവിടെ നിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് ഇടാം. പിന്നെ ഒരു സിൽവർ കളറിൻ്റെ കാസിയുടെ വാച്ച് ഇടാം. ഇതാ ബ്രേസ്ലെറ്റും വാച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ് പരിപാടിയാണ്. ഓർണമെൻറ്റ്സും ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യേണ്ടതില്ല. ഇങ്ങനെ നടുവഴ എടുത്തിടുമ്പോൾ കാണാൻ ഭംഗിയില്ല. അപ്പം നമുക്ക് അങ്ങനത്തെ ഹെയർ സ്റ്റൈൽ. ഞാൻ ഈ ഡ്രസ്സിക്ക് മാച്ചായിട്ടുള്ള ചെറുപ്പൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ മുടി കെട്ടിയിട്ട് വരാം കേട്ടോ. ഒരു സൈഡ് കെട്ടിയിട്ട് കാണിച്ചുതരാം, എന്നിട്ട് അടുത്ത സൈഡ്. ഇതാണിപ്പോൾ ഞാൻ ചെയ്തൊരു ഹെയർ സ്റ്റൈൽ. ഇതേപോലെ നമുക്ക് ഇപ്പുറത്തും ചെയ്തു. ഒരു ചെറിയ തകരാറുണ്ട് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഓടി വേറെ ചെരുപ്പ് മാറ്റിയിട്ട് ആ ചെരുപ്പ് പറ്റുന്നില്ല. ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ച് കൂടി എടുത്തിട്ട് റെഡിയായി. ഇതേമാതിരി നമുക്ക് ഇപ്പുറത്തെ സൈഡിലും കെട്ടി കൊടുക്കാം. രണ്ട് സൈഡും ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിക്കിടാം. ഇങ്ങനെ എനിക്കിങ്ങനെ തുറച്ച് നിൽക്കണം. മുടി എടുത്തിട്ട് ബാക്കിക്ക് സ്ലൈഡൊക്കെ എന്തെങ്കിലും കുത്തിയിട്ട് നമുക്ക് സെറ്റാക്കാം. ഗൈസ്, പിന്നെ ഞാൻ ആ ഒരു ക്രാബ് ആദ്യം വെച്ചു. ഇനി അത് മാറ്റിയാലോ എന്നൊരു ചിന്ത. അതൊരു കോട്ടൺ ക്രാബുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ വാങ്ങിച്ച ഈ സ്ക്രഞ്ചീസ് ഉണ്ടായിരുന്നു. അതൊന്നും ഇങ്ങനെ ഒരു ബോ മറ്റേ സാറ്റൻ ബോ വെച്ച് കെട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഊരിയിട്ട് ആ ബോ കെട്ടും. ആ ബോ ഊരിയിട്ട് ഈ സ്മോൾ സ്ക്രഞ്ചീസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കണ ഈ മുടി എടുത്തിട്ട് നമുക്ക് ഈ ബാഗിക്ക് വെച്ചിട്ട് ആ സ്ക്രഞ്ചീസ് വെച്ച് കെട്ടാം. അപ്പം എൻ്റെ മേക്കപ്പും അങ്ങനത്തെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് വയ്ക്കൽ പരിപാടിയും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ എടുത്ത് വയ്ക്കണം ഓരോന്നായിട്ട്. നല്ല രസമാണ് കേട്ടോ ഈ മേക്കപ്പും വീഡിയോയും അതൊക്കെ ചെയ്യാൻ. നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയോ, നിങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഞാനപ്പോൾ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതേമാതിരി ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് അടക്കണമുള്ളൂ, കൂടുതൽ ഇതാക്കിയിട്ടൊന്നും വെക്കുന്നില്ല. ചിലപ്പോൾ നമുക്ക് വൈകുന്നേരത്ത് കേക്ക് മുറിക്കണം, നേരം നമുക്ക് വേണ്ടി വരും. അപ്പോൾ എനിക്കിനി ഞാൻ അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ അവിടെ ഒതുക്കലൊക്കെ തീർന്നു. ഇനി നമുക്ക് തലയിൽ ഒരു ഭംഗിക്ക് നമ്മൾ പൂക്കീനെയും കൂടി വെച്ച് കൊടുക്കാം. അവിടെ ഒരു പൂക്കീനെ വെച്ചിട്ട് ഇവിടെയും കൂടി ഒരു പൂക്കീനെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ആണ് ഫൈനൽ ലുക്ക് കണ്ടല്ലോ. അപ്പോൾ ട്രാൻസാക്ഷൻ വീഡിയോ എടുത്തിട്ട് വരട്ടെ. കഴിച്ചേ ചെറുതായിട്ടൊക്കെ ട്രാൻസാക്ഷൻ എടുത്തു കേട്ടോ. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് അത് ഫ്ലോപ്പായോ എന്നാണ്. ഞാൻ വിചാരിച്ചു ഇതിലേക്ക് ഈ ഷാൾ മുടി ഒന്ന് വേറെ ചെയ്താൽ നോക്കിയേക്കാം. മുടിയൊക്കെ ഒന്ന് നോക്കിയിട്ടിട്ട് ട്രാൻസാക്ഷനൊക്കെ എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്താ വെച്ചാൽ അതിൽ ഞാൻ ആദ്യം എടുത്ത് വെച്ച പിക്ക് ഞാൻ പോയപ്പോഴേക്കും അത് പോയേക്കെന്ന് വെച്ചാൽ എൻ്റെ പുളിയൊക്കെ തീർന്ന് വന്നപ്പോഴേക്കും നല്ല സമയം പിടിച്ചു. അതുകൊണ്ടത് പോയി. അതുകൊണ്ട് ചെറുതായിട്ട് ഫ്ലോപ്പായോ എന്ന് സംശയമുണ്ട് ട്രാൻസാക്ഷൻ. കണ്ണൊക്കെ എഴുതിയിട്ട് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്ര അങ്ങോട്ട് ഷാള് കണ്ട. അപ്പോൾ ട്രാൻസാക്ഷൻ വീഡിയോ എന്തായാലും പോയി കണ്ടോക്കിയോട്ടോ. അപ്പോൾ ഇനി എനിക്ക് മിഠായി പോകുന്നുണ്ട്. ഇന്ന് അവരുടെ വീട്ടിലിരുന്നത്
അങ്ങനെയൊക്കെ ബർത്ത്ഡേക്ക് മിഠായി പൊതിയാണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട് കേട്ടോ. ഞാനൊരു ട്രാൻസാക്ഷൻ വീഡിയോ എടുക്കട്ടെ പറഞ്ഞിട്ട് പോയി. എന്നിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി അവിടെ അടുത്തുള്ളവർക്കൊക്കെ മിഠായി കൊടുത്തു. ഇതൊക്കെ തീർന്ന് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ഒരു ട്രാൻസാക്ഷൻ വീഡിയോ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി ബർത്ത്ഡേ വ്ലോഗ് ഇന്നത്തെ കേക്ക് മുറിക്കൽ ഇതൊക്കെ തീർന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ളൊരു കുഞ്ഞ് പടമുണ്ട്. ആ കുഞ്ഞതല്ല, ഇത്തിരി നീണ്ടതാണ്. അവിടേക്ക് കേട്ടോ നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് ഈസി ആയിട്ട് അവിടേക്ക് ഇറങ്ങാം കേട്ടോ. കുറച്ചധികം ഫോട്ടോസ് എടുക്കാണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ എടുക്കാണ്ട് കേട്ടോ. പിന്നെ ഞാൻ അപ്പോൾ പാടത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങുന്നുണ്ടാവും എന്തോ. നമുക്കിനി നടക്കാം, കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അത് നമ്മൾ അവിടേക്ക് ഒരു സ്ഥലത്തേക്കാണ് പോകണത്. ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ടാണ് പോണത്. സൂം ചെയ്യാൻ അവിടെ ഒക്കെ ആയിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് ഇനിയും തുടരും. ഞാൻ വാച്ചൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വാച്ച് ഇടണം. ഓർണമെൻറ്റ്സ് ഒക്കെ ബാക്കിയൊക്കെ റെഡിയാണ്. മുടിയൊക്കെ കെട്ടി ട്രാൻസാക്ഷൻ വീഡിയോ ഞാൻ രാവിലത്തെ ഹെയർ സ്റ്റൈൽ മാറ്റി വേറെ ഹെയർ സ്റ്റൈൽ ആക്കിയിട്ടുണ്ട്. ഗെറ്റ് റെഡി വിത്ത് മീ ഇപ്പോൾ വൈകുന്നേരത്ത് എടുക്കാൻ മറന്നോട്ടെ. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ രാവിലെ ഇട്ടതല്ല ഈ ബർത്ത്ഡേ വ്ലോഗ് കൂടെ ആഡ് ചെയ്തതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും വേണ്ട, ഇനി നമ്മൾ ആ പാടത്തിൻ്റെ അവിടേക്ക് പോകും കേട്ടോ. കാലൊക്കെ ചൊറി ഇത് തീർന്ന് വന്നപ്പോഴേക്കും നല്ല ഭംഗിയുണ്ട്. ആകാശമൊക്കെ ഭംഗിയുണ്ട് കേട്ടോ. അവിടെ ഒറ്റയ്ക്കൊരു മേഘം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ആദുട്ടുണ്ട്, ആച്ചുണ്ട്, ഉമ്മച്ചിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അങ്ങോട്ട്. ആ ഒരു ഭാഗത്തേക്ക് കേട്ടോ പോകുന്നത്. കാലൊക്കെ ഇട്ട് വയ്യ. ആദുട്ട് എന്തൊക്കെ എന്നെ ചീത്ത വിളിക്കുകയാണ് വീഡിയോയിൽ കാണിച്ചതിന്. കാലൊക്കെ ചൊറിയണു. അയ്യോ ഓക്കെ ഗായ്സ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെറിയ ഫോട്ടോസൊക്കെ എടുത്തു, ഒരു ഡാൻസൊക്കെ എടുത്തു. അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഒരു ഡാൻസൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ നടക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ട് വെച്ച് വീട്ടിലേക്ക് തിരിച്ച് നടക്കുകയാണ്. ഉപ്പച്ചി വരുമ്പോഴേക്കും പോകണം. അപ്പം നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. ഞങ്ങളങ്ങനെ കേക്ക് മുറിക്കാൻ പോവാണ്. വലത്തേ കയ്യേ മുറിച്ചു കൊടുക്കും. അതൊക്കെ നോക്കൂ. ആ ബർത്ത്ഡേ ആകുമ്പോ അങ്ങനെ എന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. Happy birthday to you.